നിതീഷ് കുമാർ BJP-യോടൊപ്പം നിന്നാൽ അതുകൊണ്ട് മുന്നണിക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. LJPക്ക് അകത്ത് തന്നെ തമ്മിലടി അതിരൂക്ഷമാണ്. അത് തന്നെ മാനേജ് ചെയ്യാൻ BJPക്ക് കഴിയുന്നില്ല. ചിരാഗ് പാസ്വാന്റെയും പശുപതി പാരസിന്റെയും തമ്മിൽ തല്ല് അത് കേവലം ഒരു ഉൾപാർട്ടി സമരമായി മാത്രം കാണാൻ കഴിയില്ല. അതിനകത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങളുമുണ്ട്. രാംവിലാസ് പാസ്വാൻ മത്സരിച്ച് സ്ഥിരമായി വിജയിച്ചു കൊണ്ടിരുന്ന ഹജിപൂർ ലോക്സഭാ സീറ്റിൽ ഇത്തവണ ചിരാഗ് പാസ്വാനാണ് നിൽക്കുന്നത്. അദ്ദേഹം മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത് ജമുയി എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിലാണ്. അവിടെ നിന്നും രാംവിലാസ് പാസ്വാന്റെ തട്ടകത്തിലേക്ക് വരണമെന്നതായിരുന്നു ചിരാഗ് പാസ്വാന്റെ ചിരകാല അഭിലാഷം. അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പശുപതി പാരസിന് വലിയ മുറിവുറുപ്പുണ്ട്. എന്നാൽ പോലും BJP ഇപ്പോൾ പറയുന്നത് അനുസരിച്ച് NDAയുടെ കൂടെ നിന്നാൽ നഷ്ടങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ചിരാഗ് പാസ്വാന്റെ ഈ പിടിവാശിക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നത്. അല്ലെങ്കിൽ അങ്ങനെയൊന്നും കീഴടങ്ങുന്ന ആളല്ല പശുപതി പാരസ്. മാത്രമല്ല, നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് കൂടുതൽ സീറ്റ് വേണമെന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് ഇദ്ദേഹത്തിനുള്ളത് എന്ന് പശുപതി പാരസ് ചോദിക്കുന്നുണ്ട്. തങ്ങളുടെ പാർട്ടിക്കാണ് കൂടുതൽ സീറ്റ് വേണ്ടത്. കാരണം 2014 നരേന്ദ്രമോദി ആദ്യമായി അധികാരമേറ്റതു മുതൽ BJP-യുടെ വലങ്കൈയായി നിൽക്കുന്നത് ബീഹാറിൽ LJP ആണ്. അതായത് ലോക് ജനശക്തി പാർട്ടിയെ ഒഴിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയും അവഗണിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലുള്ള മാർഗനിർദ്ദേശവും മുന്നോട്ട് വെക്കാൻ ഐക്യ ജനതാദളിന് ഒരു അവകാശവുമില്ല എന്നാണ് പശുപതി പാരസും ചിരാഗ് പാസ്വാനും പറയുന്നത്. ഈ കാര്യത്തിൽ അവർ തമ്മിൽ ഒരു രീതിയിലുള്ള ഭിന്നിപ്പും ഇല്ലതാൻ. ഐക്യ ജനതാദൾ 8 നിലയിൽ പൊട്ടുമെന്നാണ് RJD നേതാവായിട്ടുള്ള ലാലു പ്രസാദ് യാദവും അദ്ദേഹത്തിന്റെ മകൻ തേജസ്വി യാദവും ഒരേ സമയം പറയുന്നത്. ഐക്യ ജനതാദളിന് ഒരു രീതിയിലുള്ള ഐക്യവുമില്ല. അതിനകത്തെ പാർട്ടി പ്രവർത്തകർക്ക് എങ്ങനെയെങ്കിലും നിതീഷ് കുമാറിനെ ഒഴിവാക്കിയാൽ മതിയെന്നായി. ഐക്യ ജനതാദളിൽ പണ്ട് ശരത് യാദവ് ഫാക്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹവുമായി അനുയായികൾക്ക് അടുത്ത ബന്ധമായിരുന്നു. എന്നാൽ വെറും അവസരവാദിയായ നിതീഷ് കുമാറിനെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കഴിയില്ല. കണ്ണടച്ച് തുറക്കും മുമ്പ് മുന്നണി മാറുന്നത് വസ്ത്രം അഴിച്ചു മാറ്റുന്നത് പോലത്തെ ഒരു പരിപാടിയാക്കിയാണ് ഇപ്പോൾ അദ്ദേഹം മാറ്റിക്കഴിഞ്ഞിരിക്കുന്നത്. ഇത് സർവ്വസാധാരണയായി ബീഹാറികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിതീഷ് കുമാർ എന്തു വന്നാലും ഏത് മുന്നണി മാറിയാലും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി കസേരയിൽ ഞെളിഞ്ഞിരിക്കണം. ഇത് പക്ഷേ ഇനി അനുവദിച്ചുകൂടാ എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യവുമായാണ് RJD ഇറങ്ങുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും RJDക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇക്കുറി അത് നേടിയെടുക്കാൻ കെൽപ്പുണ്ട് എന്ന് തന്നെയാണ് RJD പറയുന്നത്.